ഇന്നത്തെ യാത്ര ഉറക്കത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമേ. അപ്പോൾ ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങിയപ്പോഴത്തേക്കും തിരുവനന്തപുരത്തെത്തി. അങ്ങനെ വല്ലതൊക്കെ മുണുങ്ങാന്ന് വിചാരിച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ മുണുങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ലൈമും പേടയും ഓറിയോയും കൂടെ കഴിച്ചു. അതിനുശേഷം നമ്മൾ ഫിലിം ഫെസ്റ്റിൽ നടക്കുന്ന ഇടത്തോട്ടാണ് പോയത്. പിന്നെ ഒരു പ്രത്യേക കാര്യം ഉണ്ടായിരുന്നു, അത് പിന്നെ പറയാമേ. അപ്പോൾ നമ്മൾ IFFKയുടെ ഒരു ബോർഡിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുത്തു. അങ്ങനെ നമ്മുടെ സിനിമയുടെ സ്ഥലത്തുള്ള കുറേ പേരെയൊക്കെ കണ്ടു. ഒരുപാട് പേര് ഉണ്ടായിരുന്നു, നല്ല തിരക്കായിരുന്നു. നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ടായിരുന്നു, നല്ല തിരക്കായിരുന്നു. അങ്ങനെ കുറേ പേരെയൊക്കെ കണ്ടായിരുന്നു സിനിമയുടെ സ്ഥലത്തുള്ള. പിന്നെ സിനിമയിലും സീരിയലിലും ഒക്കെ അറിയപ്പെടുന്ന കുറേ ചേട്ടന്മാരെയും ചേച്ചിമാരെയൊക്കെ കണ്ടു. പിന്നെ പ്രശസ്ത പാട്ടുകാരെയൊക്കെ കണ്ടു. അങ്ങനെ അച്ഛൻ്റെ കൂട്ടുകാരായിട്ടുള്ള കുറച്ച് പേരെയൊക്കെ കണ്ടു. പിന്നെ ജോബി അങ്കിളിനെ കണ്ടായിരുന്നു. ഇത് എഡിറ്റിങ്ങിൽ വന്നൊരു ചെറിയ മിസ്റ്റേക്കാണ്. പിന്നെ കണ്ണനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സഞ്ചി ബാഗ് എന്ന് പറയുന്നൊരു കട ഉണ്ടായിരുന്നു, അങ്ങോട്ട് ചെന്നേ. അവിടെ നിന്ന് ഒരു ബാഗ് മാത്രമേ വാങ്ങിയുള്ളൂ. ചെറുതായിട്ടൊന്നൊക്കെ ഒരു സന്ധ്യയായി, അപ്പോഴത്തേക്കും അവിടെ ലൈറ്റൊക്കെ ഇട്ടു, അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തോട്ടെത്തി. ഹോട്ടലിൻ്റെ പേര് ഗ്രാൻഡ് ഡൈസ് എന്നാണ്. ഗ്രാൻഡ് ഡൈസ് എന്ന് പറയുന്നത് പോലെ തന്നെ ഗ്രാൻഡായിരുന്നു അവിടുത്തെ കാര്യങ്ങളെല്ലാം. ആ സംഭവമില്ലേ, ആ ഒരു നീല ബ്ലൂബെറി കണക്ക് കാണുന്ന അവിടെയായിരുന്നേ നമ്മുടെ സംഭവങ്ങളെല്ലാം, ഫംഗ്ഷൻ. പിന്നെ അവിടെ കയറി ചെന്നപ്പോൾ ഒരു പുൽക്കൂടും ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു. അവിടെ നിന്നൊരു ഫോട്ടോ എടുത്തു. അങ്ങനെ നമ്മുടെ ഫംഗ്ഷൻ നടക്കുന്ന ഫ്ലോറിലോട്ട് ചെന്നപ്പോഴത്തേക്കും ഒരു അടിപൊളി സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു. ചാടണോ വേണ്ടയോ എന്നൊന്നും അറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെ ഒരു ടേബിളിൻ്റെ അവിടെ 2-3 ചെയറൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു ചെയറിൽ ഞാനിരുന്നു. അങ്ങനെ കുറേ ഒരുപാട് ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു, അതായത് ഇറ്റലിയിൽ നിന്നും ഫ്രാൻസിൽ നിന്നൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. നമ്മൾ ചെന്നപ്പോഴത്തേക്കും ആൾക്കാരൊന്നും വന്നു തുടങ്ങിയില്ല. നമ്മുടെ അടുത്തൊരു 4 മണിയൊക്കെ ആകുമ്പോൾ എത്താനാണ് പറഞ്ഞത്. നല്ല രസമുണ്ടായിരുന്നു. അവിടെ വയലിൻ്റെ ഫ്യൂഷനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും അച്ഛനും അമ്മയും കൂടെ ഇരുന്ന് ഒരുപാട് കോമാളിത്തരമൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നേ. അങ്ങനെ ജോഷി അങ്കിള് എന്നെ ഒരു ക്യൂട്ട് ഗേളും സ്മാർട്ട് ഗേൾ എന്നൊക്കെ പറഞ്ഞ് പരിചയമൊക്കെ പെടുത്തി കൊടുത്തു. അവിടെ വെൽക്കം ചെയ്യാനായിട്ട് അവിടുത്തെ ഒരു ആൻറ്റി പ്ലം കേക്ക് തന്നായിരുന്നു. അങ്ങനെ ജോഷി അങ്കിളിൻ്റെ ഒരു ആഗ്രഹമായിരുന്നേ, അവർ 3 പേരോട് ഇരിക്കുന്ന ഒരു ഫോട്ടോ എടുക്കണമെന്ന്. അങ്ങനെ ഞാൻ ഒരു ഫോട്ടോ എടുത്തു കൊടുത്തു. അതുപോലെ അവർ 2 ആൻറ്റിമാരുടെ ഇടയ്ക്കിരിക്കുന്ന ഫോട്ടോ ജോഷി അങ്കിൾ എനിക്ക് എടുത്തു തന്നായിരുന്നു. കൊള്ളാമോ? നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ കാണാനായിട്ട്. അങ്ങനെ ഞാൻ ഡയറക്ടർ പത്മകുമാർ സാറിനെ കണ്ടായിരുന്നു. അങ്കിളിൻ്റെ കൂടെ സംസാരിക്കുകയൊക്കെ ചെയ്തു. ഇത് ഇപ്പം ഒരു അങ്കിൾ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, കൊച്ചിലേക്കാണെങ്കിൽ നമ്മളുടെ പാരൻസ് ഉയർത്തി ഒരു നല്ലൊരു രീതിയിൽ സംസാരിക്കാനും എല്ലാത്തിനും പറഞ്ഞു തരും. പക്ഷേ ഇച്ചിരി കൂടെ ഇതാകുമ്പം നമ്മൾ തന്നെ ഇടിച്ചിട്ട് കയറി മിണ്ടണമെന്നാണ് പറഞ്ഞു തന്നത്. അങ്ങനെ ഒരു ചലഞ്ച് തന്നെയാണ് അങ്കിളിൻ്റെ കൂടെ മിണ്ടി എല്ലാമൊക്കെ പറയണമെന്ന്. അങ്ങനെ അങ്കിളിൻ്റെ കൂടെ മിണ്ടി എല്ലാമൊക്കെ ചെയ്തു തന്നപ്പോഴത്തേക്ക് അങ്കിൾ എനിക്ക് ഷേക്കാൻ തന്നു. പിന്നെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു വൈൻ കുടിക്കണമെന്ന്. അവിടുത്തെ ഒരു ചേട്ടൻ എനിക്ക് വൈൻ എടുത്തുകൊണ്ട് തന്നു, പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. അങ്ങനെ കുറേ ആൻറ്റിമാരും മാമന്മാരും ചേട്ടന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. ഈ അങ്കിളിനെ അറിയാലോ, കുറേ പേര് ഇപ്പോഴത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ അങ്കിളിനെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാലോ, ഇശി പുശി. അങ്ങനെ കമൽ സാറിനെ കണ്ടായിരുന്നു. അപ്പം നമ്മുടെ പോസ്റ്റർ റിലീസിങ് സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മളെല്ലാവരെയും ഇൻട്രൊഡ്യൂസ് ചെയ്ത് പേരൊക്കെ വിളിച്ചതാണ് സ്റ്റേജിലോട്ട് കയറ്റിയത്. ഒരു ഗിഫ്റ്റ് പൊതിഞ്ഞേക്കുന്ന പോലെയായിരുന്നു നമ്മുടെ ആ പോസ്റ്റർ പൊതിഞ്ഞിരുന്നത്. അതൊക്കെ പൊട്ടിച്ചു.
എന്നിട്ട് അവിടെയുള്ള എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. സിനിമയുടെ ഇതിലും ഫോറിനേഴ്സായിട്ടുള്ള കുറച്ച് ആൻറ്റിമാരും ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. പിന്നെ സിംഗിളായിട്ട് എടുത്തു, 2 പേര് വെച്ചെടുത്തു. ഇതാണ് നമ്മുടെ പോസ്റ്റർ. എങ്ങനെയുണ്ട്? ഇത് നമ്മൾ സുന്ദരിക്കുട്ടി പോയപ്പോൾ അവിടെ ജഡ്ജ്മെൻറ്റിനുണ്ടായിരുന്ന ഡയറക്ടറാണേ. അങ്ങനെ എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണേ. ഒരുപാട് വെറൈറ്റി ഫുഡുകളുണ്ടായിരുന്നു. അങ്ങനെ ഏതെടുക്കണമെന്ന് അറിയാൻ വയ്യാതെ ഞാനും അമ്മയും കൂടെ വട്ടുപിടിച്ച് നിൽക്കുമായിരുന്നു. പക്ഷെ കാണുമ്പോൾ എല്ലാം അടിപൊളിയാണ്, നല്ല അടിപൊളിയാണ്. അടിപൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കാണാനൊക്കെ അടിപൊളിയായിരുന്നു, കൊള്ളായിരുന്നു. പക്ഷേ ഏതെടുക്കണമെന്ന് അറിയാൻ വയ്യ. അങ്ങനെ നമ്മൾ 2 പേരും കൂടെ, ഞാനാണ് അമ്മയ്ക്കും ഫുഡൊക്കെ എടുത്തു കൊടുത്തത്. അങ്ങനെ ഏകദേശം ഒരുപോലത്തെ കറികളൊക്കെയാണ് ഞാനും അമ്മയും എടുത്തത്. ഇതെല്ലാം വെറൈറ്റി ഫുഡ്സ് ആണെങ്കിലും കാണുമ്പോൾ എല്ലാം കഴിക്കാൻ തോന്നും. പക്ഷേ അങ്ങോട്ട് പോകത്തില്ല എടുക്കുമ്പോഴത്തേക്കും. പിന്നെ പാസ്തയിൽ എന്തൊക്കെയൊക്കെയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതെനിക്ക് മനസ്സിലായില്ല. പക്ഷെ അമ്മ അതെടുത്തായിരുന്നു. അങ്ങനെ നമ്മുടെ അവിടെ ഉണ്ടായിരുന്നു എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ഒരു അങ്കിള് പറഞ്ഞു എന്നെ ഒരു ദിവസം കാണണമെന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നെന്ന്. അങ്ങനെ കുറച്ച് നേരം നമ്മളെല്ലാവരും സംസാരിച്ചു. നമ്മൾ തിരിച്ചു പോകുവാണ് ഇനി. അവിടെയും അപ്പോഴും കുറച്ച് പേര് അങ്ങോട്ട് പോകുന്നേ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മളിനി തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.